പോലീസ് സ്റ്റേഷനിൽ കയറി എസ് ഐയെ പാട്ട് പാടി കേൾപ്പിക്കുന്ന ഒരു ഗായകൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കാണാം. അത് ഈ ഗായകൻ ഇപ്പം എയറിലാണ്. അടിമാലി ചിന്നപ്പാറക്കുടിയിലെ അനന്തപത്മനാഭനാണ് ഈ ഗായകൻ. ഈ ഗായകനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. എന്റെ എസ് ഐ സാറിന് മുമ്പിൽ ഒരു പാട്ട് പാടണം, ഞാൻ പാടിക്കോട്ടെ. അടിമാലിയിലെ ഈ വൈറൽ ഗായകൻ്റെ പാട്ട് നിങ്ങൾ കേട്ടല്ലോ. ചാൾസ് ശോഭരാജിനെ തോൽപ്പിക്കുന്ന ധൈര്യം കാണിച്ച് സ്റ്റേഷനിൽ ചെന്ന് പാട്ട് പാടിയ അനന്തപത്മനാഭൻ ചേട്ടനും അതുപോലെ തന്നെ പാട്ട് കേട്ട എസ് ഐ സിജു ജേക്കബ് സാറും നമുക്കൊപ്പം ഉണ്ട്. ഈ പാട്ട് വിശേഷത്തെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. കാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. എൻ്റെ കുഞ്ഞുനാളെ മുതലേ എനിക്ക് പോലീസ് ആവണമെന്ന് താല്പര്യമായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള പൊക്കവും ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊരു ഭയങ്കര നിരാശയാണ്. പിന്നെ എൻ്റെ സാറിനെ കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ചാലും ശരി, ഏത് ഭൂലോകത്ത് വെച്ച് കണ്ടാലും എൻ്റെ മനസ്സറിഞ്ഞ് ഞാനൊരു സല്യൂട്ട് അടിക്കും. ഒരു അവസരം ചോദിച്ചു, സാർ എനിക്ക് ഒരു പാട്ട് പാടാനൊരു അവസരം തരുമോ എന്ന് ചോദിച്ചു കഴിയുമ്പം ഈ വലിയ മനുഷ്യൻ നിഷേധിക്കുകയല്ലേ ചെയ്ത്. സാറിനെ മനസ്സുകൊണ്ട് സാറ് പറഞ്ഞു, അനന്ത നിൻ്റെ ഒപ്പം ഞാനുണ്ട്, നീ പാടെന്ന് പറഞ്ഞു. ഒരു മിന്നാമിനും എൻ്റെ വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നോ. ജോലി തിരക്കൊക്കെ ഒരുപാടുണ്ട്, ചിലരൊക്കെ വേണമെങ്കിൽ നിരുത്സാഹപ്പെടുത്തും. അപ്പം എങ്ങനെയാണ് സാറപ്പോൾ? അനന്തൻ എപ്പോഴും പോലീസിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. പുള്ളി എപ്പോഴും വന്ന് പറയും എനിക്ക് പൊക്കമില്ല അല്ലെങ്കിൽ വണ്ണമില്ല, അത് കാരണം എനിക്ക് പോലീസാവാൻ പറ്റിയിട്ടില്ല എന്നാണ് എപ്പോഴും സ്റ്റേഷനിൽ മിക്കവാറും കയറി വരും. നിങ്ങൾക്ക് ഇതിക്ക് മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. അനന്തൻ വന്ന് ഇംഗ്ലീഷ് പറയണം, നമ്മുടെ സ്റ്റേഷനിലെ റൈറ്ററോട് വന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒരു വീഡിയോ വൈറലായി. അപ്പോൾ അനന്തനെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരും. അപ്പോൾ അനന്തൻ പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു പാട്ട് പാടണം, അല്ലെങ്കിൽ രണ്ട് ഇംഗ്ലീഷ് പറയണം, എന്നാലേ പോവുള്ളൂ. ഇതുപോലെയുള്ള പാവങ്ങൾ കയറി വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ ആവശ്യങ്ങൾ നിരസിക്കാറില്ല. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. പാട്ട് പാടിയ അനന്തപത്മനാഭൻ ചേട്ടനും അതുപോലെ തന്നെ പാട്ട് കേട്ട പോലീസ് ഉദ്യോഗസ്ഥരും ഹാപ്പിയാണ്. ഇത് കണ്ട നിങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ചേട്ടൻ്റെ പാട്ട് കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്നുള്ളത് വ്യക്തമാണ്. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24. നമ്മുടെ പോലീസ് സ്റ്റേഷനെ കുറിച്ചുള്ള ധാരണകൾ മാറ്റാൻ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ അനന്തപത്മനാഭനും ചെയ്ത് നല്ല കാര്യം പോലീസ് സ്റ്റേഷനിൽ കയറി പോകാൻ പല ആളുകളും ഇപ്പോഴും മടിക്കുന്ന ഒരു കാലത്ത് അവിടെ സംഗീതവും സാഹിത്യവും ഒക്കെ വിളയുന്നു എന്നറിയുമ്പോൾ നല്ല കാര്യം. ആ SIക്ക് ഒരു സല്യൂട്ട്.